നമസ്കാരം, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്, അതായത് PMFME സ്കീം പ്രകാരം ലോൺ എടുത്ത് സംരംഭം ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന കുറച്ച് യൂണിറ്റുകളെയാണ്. നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുർവി സ്പൈസസ് എന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിനെയാണ്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ യൂണിറ്റാണ്. PMFME സ്കീം പ്രകാരം തുടങ്ങിയ ഒരു മഷ്റൂം പ്രൊഡക്ഷൻ ആൻഡ് അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്. മഷ്റൂമിൻ്റെ കൾട്ടിവേഷൻ ഉണ്ട്, കൂടാതെ മഷ്റൂം ഡ്രൈ പൗഡർ, മഷ്റൂം പിക്കിൾസ്, ഫ്രൈഡ് മഷ്റൂം, അങ്ങനെ ഒരു വ്യത്യസ്ത വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയർ, നമ്മുടെ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഫ്രീസർ, അങ്ങനെയുള്ള ഓട്ടോക്ലേവ്, അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനാണ് PMFME സ്കീം പ്രകാരം ലോൺ കൊടുത്തത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്ത് ഡോക്ടർ രാഹുലാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൈലാസ് ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ കൂൺകൃഷിയിലേക്ക് വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ചെറിയ രീതിയിൽ കൂൺകൃഷി ചെയ്തു. അപ്പം അതിനുശേഷം വിപുലീകരിച്ചാണ് ഇത് PMFME സ്കീം പ്രകാരം ഇത് തുടങ്ങിയത്. പദ്ധതി ഒരു മെസ്സേജ് വഴി അറിയാൻ കഴിഞ്ഞു. PMFME സ്കീം, പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം, ഇത് അങ്ങനെ അറിയാൻ കഴിഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്രം വെള്ളയമ്പലത്തുള്ള, തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു, റിസോഴ്സ് പേഴ്സണായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ സാറ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാം വളരെ ഫ്രണ്ടിനെ പോലെ തന്നെ വളരെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. സാറിൻ്റെ നിർദ്ദേശപ്രകാരം ₹10 ലക്ഷം PMFME സ്കീം പ്രകാരം ലോൺ എടുത്തുകൊണ്ടാണ് ഡോക്ടർ രാഹുൽ തൻ്റെ സംരംഭം വിപുലീകരിച്ചത്. അതുപ്രകാരം ട്രയർ ഉപയോഗിച്ച് മഷ്റൂമിൻ്റെ സൂപ്പ് ഓർഡർ ചെയ്യുന്നുണ്ട്, കൂടാതെ തന്നെ മഷ്റൂം പിക്കിൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒട്ടനവധി വാല്യൂ ആയിട്ട് പ്രോഡക്ട്സ് മഷ്റൂമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്നതിന് വേണ്ടി കൂടുതൽ മെഷീനറീസ് വരുന്നുണ്ട്. PMFME സ്കീം തന്നെ ഇപ്പോൾ 2027 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള യുവ കർഷകർക്ക്, അല്ലെങ്കിൽ ഇത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങളടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സബ്സിഡികളും എല്ലാം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 35% സബ്സിഡി ലഭിക്കുന്നുണ്ട് ഈ സ്കീമിൽ. 70:30 ആണ് ഇതിൻ്റെ. 70% മെഷീനറിക്കാണ് നൽകുന്നത്, 30% ഇൻഫ്രാസ്ട്രക്ചറിനാണ്. അപ്പോൾ വളരെയധികം നല്ലതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കുറഞ്ഞതാണ്, 9% വരുന്നുള്ളൂ. അതുപോലെ കൊളാട്രൽ സെക്യൂരിറ്റി വരുന്നില്ല. മെഷീൻസാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് കണക്കാക്കുന്നത്. PMFME സ്കീം തന്നെ AIF-ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ, അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇത് 9% ഇൻട്രസ്റ്റ് എന്നുള്ളത് 6% മാറുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം നല്ല സ്കീമാണ് കേന്ദ്ര സർക്കാരിൻ്റെ PMFME സ്കീം. ചിപ്പിക്കൂണാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്, ചിപ്പിക്കൂൺ കൃഷി. അപ്പോൾ ഇത് മെയിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ, വെജിറ്റബിൾ സ്റ്റോർ എല്ലാം അടുത്തുള്ള കൊടുക്കാറുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ ഓഫീസ്, ഇവിടെ കളക്ടറേറ്റ് അടുത്തുണ്ട്, അപ്പോൾ കളക്ടറേറ്റിലെ ഓഫീസിലൂടെ കൊടുക്കാറുണ്ട്. പിന്നെ ഫ്ലാറ്റ് അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം വാങ്ങിക്കാറുണ്ട്. കുട്ടികളാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ഓർഗാനിക് ആയതുകൊണ്ടും കെമിക്കൽ ഫ്രീ ആയതുകൊണ്ടും എല്ലാം കുട്ടികൾക്ക് വളരെയധികം ടേസ്റ്റുള്ള ഭക്ഷണമാണ്. പ്രായമായവർക്കും കഴിക്കാൻ പറ്റും. ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ആഹാരമാണ്. ഇതിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, വിറ്റമിൻ D അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ PMFME സ്കീമിൽ തന്നെ പ്രോജക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മെഷീൻസും എക്യുപ്മെൻസും വാങ്ങാൻ വേണ്ടിയാണ് ഈ ലോൺ സാങ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോക്ലേവ്, ഗുണനിലവാരമുള്ള വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി
ഓട്ടോക്ലേവിൻ്റെ ആവശ്യകതയുണ്ട് മെഷീൻ. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വഴി വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി ലാമിനാർ എയർ ഫ്ലോ ചേമ്പർ, പിന്നെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയ പിക്കിളിംഗ് ആണെങ്കിലും ശരി, ഡ്രൈ മഷ്റൂം പൗഡർ പ്രൊഡക്ഷന് വേണ്ടി തന്നെ ഡ്രയറിൻ്റെ ആവശ്യകത വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ലോൺ വഴി അത് വാങ്ങാൻ കഴിയും. അത് കൂടി വാങ്ങുമ്പോൾ കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചു. ഈ PMFM സ്കീം പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പദ്ധതിയാണ്. യുവജനതയെല്ലാം പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉള്ള യുവജനങ്ങൾക്ക് ഇതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ഈ PMFM സ്കീം വഴി ഇതിപ്പോൾ 2027 നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്കീമാണ്. സംരംഭകനാകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള എല്ലാ സഹായവും ഇതുപോലെ റിസോഴ്സ് പേഴ്സൺസ് അവിടെ നിങ്ങളെ സഹായിക്കാൻ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഇപ്പം നല്ലൊരു അവസരമാണ്. ഡോക്ടർ രാഹുലിനെ പോലെയുള്ള യുവ സംരംഭകരെ മാതൃകയാക്കിക്കൊണ്ട് PMFM സ്കീം പ്രകാരം നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങാനുള്ള അവസരമുണ്ട്. എല്ലാവരും ഈ PMFM സ്കീമിൻ്റെ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. പുതുതായി സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർ അതാത് ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ PMFM സ്കീം പ്രകാരം ലോൺ ലഭ്യമാകുന്നതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്നതാണ്. പരമാവധി ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. PMFM സ്കീം പ്രകാരം ലോണെടുത്ത് സംരംഭം ആരംഭിച്ച വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. ഇതുപോലെ തന്നെ കേരളം ഒട്ടാകെ ആയിരക്കണക്കിന് യൂണിറ്റുകൾ ഈ സ്കീം പ്രകാരം സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്കീം പ്രകാരം ലോണെടുത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റ് നേരിട്ട് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടായതിനു ശേഷം സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ വളരെ വിജയകരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ സംരംഭകർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.